വീട്ടിലുള്ള കുട്ടികളൊക്കെ വെജിറ്റബിൾസ് കഴിപ്പിക്കുക ഒരു മെനക്കെട്ട പണിയാണ്. പക്ഷേ ഈ ഹെൽത്തി സാൻഡ്വിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾ എത്ര വേണമെങ്കിലും കഴിച്ചോളും. വെജിറ്റബിൾസ് ലോഡഡ് ആയിട്ടുള്ള നമ്മുടെ ഹെൽത്തി സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് പൊടിയായിട്ട് അരിഞ്ഞ സവാള, ക്യാപ്സിക്കം, ക്യാരറ്റ്, കുറച്ച് കുക്കുംബർ, പിന്നെ കുറച്ച് ക്യാബേജും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. എരിവൊന്നും അധികം ചേർക്കുന്നില്ല, കുട്ടികൾക്കായതുകൊണ്ടാണ് കുറച്ച് എരിവ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ കയ്യിലുള്ളത് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ വേണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് കോണോ നമ്മുടെ ബ്രോക്കോളിയൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 2 മുട്ട പൊട്ടിച്ചതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു സോസ് തയ്യാറാക്കാം. ഞാനൊരു പേരിന് മാത്രം കുറച്ച് ടൊമാറ്റോ സോസ് എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ മയണൈസും കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ ചില്ലി സോസോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് വേറെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. അതിലോട്ട് നമുക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മുടെ ബ്രെഡിൻ്റെ ഷേപ്പിനനുസരിച്ച് ഒരു സ്ക്വയർ ഷേപ്പിലാക്കി എടുക്കണം. അങ്ങനെ ഈ സ്ക്വയർ ഷേപ്പിൽ വേണം നമ്മൾ ഈ മുട്ട പൊരിച്ചെടുക്കാൻ. അല്ലെങ്കിൽ മുട്ട പൊരിച്ചതിന് ശേഷം സൈഡൊന്ന് കട്ട് ചെയ്തെടുത്താലും മതിയാകും. അപ്പം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡിയാണ്. സാൻഡ്വിച്ചിനകത്ത് വെക്കാനുള്ള മുട്ട പൊരിച്ചത് റെഡിയാണ്. ഇനി നമുക്ക് സെയിം പാനിലോട്ട് കുറച്ച് നെയ്യും കൂടെ തടവി കൊടുത്തിട്ട് നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ 2 ബ്രെഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 വശവും ഒന്ന് മുറിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ സോസ് ഇതിലോട്ടൊന്ന് തേച്ച് കൊടുക്കാം. സോസ് തേച്ച് കൊടുത്തിട്ട് നമ്മൾ മുട്ട പൊരിച്ച് വെച്ചേക്കുന്നതും കൂടെ വെച്ചിട്ട് മറ്റേ ബ്രെഡിൽ നമുക്ക് കുറച്ചുകൂടെ സോസ് തേച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ സാൻഡ്വിച്ച് ഇവിടെ റെഡിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സാൻഡ്വിച്ചാണ്. പച്ചക്കറിയൊന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്ക് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.